ഇപ്പോൾ നമുക്കൊപ്പം കിഫ്ബിയുടെ മസാല ബോണ്ട് വിഷയത്തിൽ ഇഡിയുടെ അഡ്ജുഡിക്കേഷൻ അതോറിറ്റി നൽകിയ നോട്ടീസ് അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയാൻ ഡോക്ടർ തോമസ് ഐസക് മുൻ ധനമന്ത്രി തത്സമയം ചേരുന്നു. നമസ്കാരം ഡോക്ടർ തോമസ് ഐസക്. ഗുഡ് മോർണിംഗ്. ഡോക്ടർ തോമസ് ഐസക്, അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇഡിയുടെ ഈ നോട്ടീസ് LDF ഒരു പ്രചരണായുധമാക്കി മാറ്റാൻ സാധ്യതയുണ്ടോ? ചുളുങ്ങിയ അല്ലെങ്കിൽ ഒരു വളരെ എളുപ്പത്തിൽ ഇഡിയുടെ ഈ നോട്ടീസ് നിങ്ങൾക്കൊരു പ്രചരണ ആയുധമായി തന്നെ മാറുമോ എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. ഇഡിയുടെ ചിന്ത ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊക്കെ നോട്ടീസ് പലവട്ടം വന്നു കഴിഞ്ഞു, അത് വലിയൊരു പ്രചരണായുധമായിട്ട് BJPക്കും മറ്റും കിട്ടുമെന്നാണ് സംഭവിക്കാൻ പോണത്. നിങ്ങൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് UDF ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം LDFന് പ്രചരിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു ആയുധമാണ് ഇപ്പോൾ ഇഡി തന്നിട്ടുള്ളത്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അവർ ഇറക്കുന്നൊരു പരിപാടിയാണത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിന് വില പോവും. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഗൗരവത്തിൽ ഇവരുടെ ഈ നോട്ടീസിന് എടുക്കുമെന്ന്. ഡോക്ടർ തോമസ് ഐസക്, നോട്ടീസിൽ വ്യക്തമായി പറയുന്നത് കിഫ്ബി ഈ നിയമവിരുദ്ധമാണെന്നോ കിഫ്ബിക്കെതിരെ നേരത്തെ ഇഡിക്കുണ്ടായിരുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. പകരം കിഫ്ബിയിൽ ഈ മസാല ബോണ്ടിൽ നിന്നെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് ലാൻഡ് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. അതിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പണം ഉപയോഗിച്ചത് ഒരു കുറ്റമായിട്ടാണോ ഇഡി കാണുന്നത്? അങ്ങനെയാണോ ആ നോട്ടീസിലുള്ളത്? നിങ്ങൾ പറഞ്ഞതാണ് എൻ്റെ കൃത്യമായ വിവരണം. ഇതുവരെയും കിഫ്ബിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ വിഴുങ്ങിയ കേട്ടോ. ഇതുവരെയും എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത്? തുടങ്ങുന്നത് കിഫ്ബി വായ്പ എടുത്ത നിയമവിരുദ്ധം. അപ്പോൾ നമ്മൾ RBIനെ സാക്ഷിയെ കൊണ്ടുവന്നു. RBI ഒരു വർഷം എടുത്തിട്ട മറുപടി കൊടുത്തപ്പോഴെന്താ RBI അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മസാല ബോണ്ട് ഇറക്കി വായ്പ എടുത്തിട്ടുള്ളത്. ആ എടുത്തതിലൊരു ക്രമക്കേടും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 6 മാസം കൂടുമ്പോൾ റിസർവ് ബാങ്കിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് അറിയിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിന് ഇതിൻ്റെ മോണിറ്ററിങ് ഏജൻസിക്ക് വിമർശനമില്ല. അപ്പം അതൊന്നും ഇനി പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? കിഫ്ബി പണം വാങ്ങി, അങ്ങനെ മസാല ബോണ്ട് വഴി എടുക്കുന്ന പണം ചില കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നിബന്ധനയുണ്ട്. അതിലൊന്നാണ് ലാൻഡ് പർച്ചേസ്. അപ്പോൾ ഈ 2600 കോടി രൂപയിൽ ഒരു ഭാഗം, 400 കോടിയിൽ പരം രൂപ ഭൂമി വാങ്ങാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര ലംഘനമാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഷോക്കോസ് നോട്ടീസ് തന്നിരിക്കുന്നത്. പക്ഷേ സർക്കാർ വാങ്ങുകയല്ല ചെയ്തിരിക്കുന്നത്, അക്വയർ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഭൂമി അക്വയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഇത് രണ്ട് നിയമങ്ങളാണ്. ഒന്ന് കോൺട്രാക്റ്റിലൂടെ കീഴിൽ വരുന്നതും മറ്റത് അക്വിസിഷൻ നിയമത്തിൻ്റെ കീഴിൽ വരുന്നത്. സർക്കാർ നിയമപ്രകാരം അക്വയർ ചെയ്ത ഭൂമിയുടെ വിലയാണ്, അല്ലാതെ സർക്കാർ ഭൂമി മേടിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കാത്തൊരു കേസാണെന്ന്. എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഭൂമി അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മസാല ബോണ്ട് പണം ഉപയോഗിച്ച സമയത്ത് RBI ഭൂമി വാങ്ങാൻ പാടില്ല എന്നുള്ള നിബന്ധന തന്നെ എടുത്തു കളഞ്ഞുകയും ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായ മറുപടി ഇനി അഡ്ജുഡിക്കേറ്റർ വിളിച്ചാൽ കൊടുക്കാനുണ്ട്. ഷോ കോസ്റ്റ് നോട്ടീസ് വന്നിട്ടുണ്ട്. അതിന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? അല്ല ഇനി സുപ്രീം കോടതിയിൽ പോകണോ,
തുടങ്ങിയ കാര്യമൊക്കെ AGയും സർക്കാരും കൂടി നിയമവകുപ്പും കൂടി അതായത് ഇപ്പോൾ മറുപടി കൊടുക്കാനും തീരുമാനിച്ചിട്ടില്ല, നിയമപരമായി നേരിടണോ എന്നുള്ളതിലും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അത് AGയുമായി കൂടി ആലോചിച്ചതിന് ശേഷം അല്ലേ? അതൊക്കെ AGയും നിയമവകുപ്പും കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ച് ചെയ്യുന്നതല്ല. ഏതായാലും ഒരു വളരെ വ്യക്തം. അതായത് ഈ ഷോക്കേസ് നോട്ടീസ് ഇൻഫ്രക്ച്വസ് ആണ് എന്നുള്ളതാണോ മിനിസ്റ്റർ നമ്മുടെ വാദം? അത് നിലനിൽക്കില്ല, ആ ഷോക്കേസ് നോട്ടീസ് പോലും നിലനിൽക്കില്ല, ഇൻഫ്രക്ച്വസ് ആണ്. എന്റെ ധാരണ വെച്ച് അതെ, എന്റെ ധാരണ അതാണ്. പക്ഷേ ഞാൻ നിയമജ്ഞനൊന്നുമല്ല കേട്ടോ, സാമാന്യ ബുദ്ധി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിയമവകുപ്പുമായിട്ട് ചർച്ച ചെയ്ത് സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കും, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ശരി, ശ്രീ തോമസ് ഐസക്, താങ്ക് യു. തോമസ് ഐസക്കാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF-ന് ഒരു പ്രചരണ നോട്ടീസ് കൊടുത്തോ എന്നുള്ളതാണ്.